ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം അനുഭവപ്പെടുന്ന ഗുണഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 2026 ജൂൺ 2 വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ സംക്രമിക്കും. 5 മാസക്കാലം ഉച്ചക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഒക്ടോബർ 31 ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുക. ഉച്ചരാശിയിൽ പൂർണ്ണ ബലവാനായ വ്യാഴം എല്ലാ നക്ഷത്രക്കാർക്കും ഗുണഫലങ്ങൾ ചെയ്യും. ദോഷഫലങ്ങൾ ഒന്നു തന്നെ ചെയ്യുന്നതല്ല. ഉച്ചക്ഷേത്രത്തിൽ അതീവ ബലവാനായതുകൊണ്ട് ഈ ഗുണഫലങ്ങൾക്ക് വീര്യം വർദ്ധിക്കുകയും ചെയ്യും. പുത്രകാരകനും ധനകാരകനും ബുദ്ധികാരകനും ഒക്കെയാണ് ഗുരു. കൂടാതെ ധാരാളം ഗുണഫലങ്ങൾ വ്യാഴത്തെ കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും. സ്വർണം, ധനസമ്പാദനം, ബുദ്ധി, പുത്രൻ, കീർത്തി, ചൈതന്യം, ശരീരസുഖം, ശ്രേഷ്ഠത, സൽപ്രവൃത്തി, സുഖ സൗഭാഗ്യാദികൾ, ബന്ധുക്കൾ, ദയ, ദൈവഭക്തി തുടങ്ങി നിരവധി സാത്വിക കാര്യങ്ങളെ ചിന്തിക്കുന്നത് വ്യാഴത്തെ കൊണ്ടാണ്. ശുഭഫലങ്ങൾ ധാരാളമായി പ്രദാനം ചെയ്യുവാൻ ശേഷിയുള്ള ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി എല്ലാവിധ ദുരിതങ്ങളും വിട്ടൊഴിയുന്നതിന് നമ്മെ സഹായിക്കും. മകം, പൂരം, ഉത്രം കാലം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ചിങ്ങക്കൂറിൽപ്പെട്ടവർക്ക് വ്യാഴത്തിന്റെ ഉച്ചരാശി സ്ഥിതി മൂലം എന്തൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നുവെന്ന് പരിശോധിക്കാം. കർക്കിടകത്തിൽ ഉച്ചത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ചിങ്ങക്കൂറുകാർക്ക് 12ാം ഭാവത്തിലാണ്. ഭാവഫലം അനുസരിച്ച് 12ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി ഗുണകരമല്ല. എന്നാൽ ചാരഫലം പരിശോധിക്കുമ്പോൾ 12ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി തികച്ചും അനുകൂലമാണ്. അർത്ഥലാഭം, പുത്രസുഖം, നവീന ഗൃഹലാഭം, മനസ്സന്തോഷം, എല്ലാ കാര്യത്തിലും വിജയം ഇവയൊക്കെയാണ് 12ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലമായി ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. 12ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് മൂലം സന്താനങ്ങളെ കൊണ്ട് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. അവരുടെ വിദ്യാഭ്യാസത്തിലും ഉദ്യോഗത്തിലും വിവാഹത്തിലും ഒക്കെ തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തുവാൻ കഴിയുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ചിങ്ങക്കൂറുകാർക്ക് അവരുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ശമിക്കുകയും മനസ്സിന് സന്തോഷം പകരുന്ന അനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യും. മക്കളുടെ രോഗദുരിതങ്ങൾ മൂലം മനസ്സ് പ്രയാസപ്പെട്ട് കഴിഞ്ഞ മാതാപിതാക്കൾക്ക് പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കുന്നതാണ്. അതുപോലെ 12ാം ഭാവത്തിലെ വ്യാഴസ്ഥിതി മൂലം എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാൻ ഇവർക്ക് അവസരമുണ്ടാകും. പുതിയ വീട് വാങ്ങുവാനോ പണിയുവാനോ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. വസ്തു വാങ്ങുവാനും വാഹനം വാങ്ങുവാനും ഈ കൂറുകാർക്ക് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം സാധിക്കുന്നതാണ്. മനസ്സിന് സന്തോഷം പകരുന്ന നിരവധി ഭാഗ്യാനുഭവങ്ങൾ കുടുംബത്തിൽ അനുഭവപ്പെടും. ഉദ്യോഗ കാര്യത്തിനോ വിവാഹ കാര്യത്തിനോ ഒക്കെയായി അലയുന്ന ഈ കൂറുകാർക്ക് അതെല്ലാം വളരെ വേഗം തന്നെ പരിഹരിച്ച് മനസ്സിന് സമാധാനവും സന്തോഷവും പകരുന്ന അനുഭവങ്ങൾ വന്നു ചേരും. വ്യാഴത്തിന്റെ 7ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയും 5, 9 ഭാവത്തിലേക്കുള്ള വിശേഷ ദൃഷ്ടിയും ഈ കൂറുകാരെ സംബന്ധിച്ച് അനുഭവപ്പെടുന്നത് 4, 6, 8 ഭാവങ്ങളിലേക്കാണ്. 4ാം ഭാവം മനസ്സ്, വീട്, സുഖം എന്നിവയൊക്കെ ചിന്തിക്കുന്നതാണ്. മനസ്സിന് കൂടുതൽ സന്തോഷകരമായ അനുഭവങ്ങൾ വ്യാഴത്തിന്റെ 4ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി മൂലം അനുഭവപ്പെടും. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സഹകരണം എന്നത്തേക്കാൾ ഉപരി വർദ്ധിക്കുന്നതാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി കൂടുതൽ അടുത്ത് ഇടപഴകുവാനും പരസ്പരം സഹകരിക്കുവാനും സഹായിക്കുവാനും അവസരം ലഭിക്കും. കൃഷി ചെയ്യുന്ന ഈ കൂറുകാർക്ക് അതിൽ നിന്നും കൂടുതലായി നേട്ടങ്ങൾ അനുഭവപ്പെടും. മാതാപിതാക്കളെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യകാര്യത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ വരുന്നതല്ല. കുടുംബ സ്വത്തുക്കൾ ലഭിക്കാനുള്ളവർക്ക് അത് വളരെ വേഗം തന്നെ ലഭിക്കുന്നതാണ്. വാഹനങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നവർക്ക് അതിൽ നിന്നും കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ മെച്ചപ്പെടും. 6ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നതിനാൽ
കള്ളന്മാര്, ശത്രുക്കള്, രോഗങ്ങള് തുടങ്ങിയ ദുരിതങ്ങൾ ഒന്നും തന്നെ ഈ കൂറുകാർക്ക് അനുഭവപ്പെടുന്നതല്ല. തങ്ങളുടെ കർമ്മരംഗത്ത് അനുഭവപ്പെടുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. കർമ്മരംഗത്ത് വലിയ ഒരു മുന്നേറ്റം ഇവർക്ക് അനുഭവപ്പെടും. വളരെ കാലമായി ശത്രുക്കളുടെ ഉപദ്രവം അനുഭവിച്ചു വരുന്ന ഈ കൂറുകാർക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി മൂലം ഈ ശത്രുദോഷം തികച്ചും ഇല്ലാതാവും. ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറുന്ന അവസ്ഥ സംജാതമാകും. മനസ്സിൽ കൂടുതലായി സന്തോഷം അനുഭവപ്പെടുകയും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ ഇടവരികയും ചെയ്യും. 8ാം ഭാവം വിഘ്നങ്ങളെയും അതുപോലെ രോഗങ്ങളെയും മരണത്തെയും ഒക്കെ ചിന്തിക്കുന്ന ഭാവമാണ്. ഈ ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ളതിനാൽ ഇവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ ഒന്നും തന്നെ അനുഭവപ്പെടുന്നതല്ല. ദീർഘകാലമായി അനുഭവപ്പെടുന്ന രോഗങ്ങൾക്കെല്ലാം ശമനം അനുഭവപ്പെടും. അപ്രതീക്ഷിതമായ ആപത്തുകളും ദുരിതങ്ങളും ഒന്നും ഈ കൂറിൽപ്പെട്ടവർക്ക് സംഭവിക്കുന്നതല്ല. വളരെ കാലമായി ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു വരുന്നവർ ഈ കൂറിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ആശ്വാസകരമായ ഒരു കാലമാണ് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം അനുഭവപ്പെടാൻ പോകുന്നത്. ചിങ്ങക്കൂറിൽപ്പെട്ട എല്ലാവർക്കും വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ അനുഭവപ്പെട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.